നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വ്യോമസേനയുടെ ശക്തി എങ്ങനെയെന്ന് അളന്നിരുന്നത് യുദ്ധവിമാനങ്ങളുടെ എണ്ണം നോക്കിയിട്ടായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ, AI തുടങ്ങിയവയെല്ലാം തന്നെ ഇന്ന് രാജ്യങ്ങളുടെ വ്യോമസേനയുടെ കരുത്ത് തെളിയിക്കുന്നതിൽ നിർണായക ഘടകങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം എല്ലാവരുടെയും ശ്രദ്ധ നേടുന്ന ഒന്നായിരുന്നു. പാകിസ്ഥാൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ സഹിർ അഹമ്മദ് ബാബർ സിദ്ദു തുർക്കിയുടെ ബൈറക്തർ കിസിൽമ എന്ന പുതിയ സ്റ്റെൽത്ത് ഡ്രോണിനൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതായിരുന്നു ശ്രദ്ധ നേടിയ ആ സംഭവം. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ചിത്രങ്ങൾ വെറും പ്രദർശനത്തിനുള്ളതല്ല, മറിച്ച് പാകിസ്ഥാൻ തങ്ങളുടെ പുതിയ സൈനിക സഖ്യങ്ങളെക്കുറിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് ശക്തമായ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഈ ചിത്രം ഉപയോഗിച്ചതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയും തക്കതായി നീക്കം ആരംഭിച്ചിട്ടുണ്ട്. തുർക്കിയിൽ നിന്ന് പാകിസ്ഥാൻ ഡ്രോൺ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അത്യാധുനിക ഡ്രോൺ ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. ഓസ്ട്രേലിയയിൽ വികസിപ്പിച്ചെടുത്ത MQ-28 ഗോസ്റ്റ് ബാറ്റ് ഡ്രോണുകളാണ് ഇന്ത്യ വാങ്ങാൻ പദ്ധതിയിടുന്നത്. സ്റ്റെൽത്ത് ശേഷിയുള്ള കിസിൽമ ഡ്രോണുകൾ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ഇതിന് ബദലായിട്ടാണ് ഗോസ്റ്റ് ബാറ്റിനെ ഇന്ത്യ പരിഗണിക്കുന്നത്. ഓസ്ട്രേലിയൻ വ്യോമസേന ഇതിനകം തന്നെ ഗോസ്റ്റ് ബാറ്റ് വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. പൂർണ്ണമായും സ്വയം നിയന്ത്രിതമായി പറക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മേഖലയിൽ വലിയൊരു കരുത്തായി മാറും. ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന വളരെ പ്രത്യേകതകളുള്ള ഒരു അപൂർവ വവ്വാലിന്റെ പേരാണ് ഈ ഡ്രോണിന് നൽകിയിരിക്കുന്നത്. മറ്റു വവ്വാലുകളെ പോലെ പഴങ്ങളോ പ്രാണികളോ മാത്രമല്ല ഇവ ഭക്ഷിക്കുന്നത്. ഇവ യഥാർത്ഥ മാംസഭോജികളാണ്. ഇരകളെ വേട്ടയാടി പിടിക്കുന്നതിനുള്ള ഇവയുടെ സവിശേഷമായ കഴിവുകളാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇരകളുടെ നേരിയ ചലനം പോലും പിടിച്ചെടുക്കാൻ കഴിയുന്ന ശക്തമായ സംവേദന ഇന്ദ്രിയങ്ങളാണ് ഗോസ്റ്റ് ബാറ്റ് വവ്വാലുകൾക്കുള്ളത്. ഇവയെ പോലെ ക്ഷമയോടെ കാത്തിരുന്ന് ശത്രുവിനെ വേട്ടയാടി നശിപ്പിക്കാനുള്ള കഴിവുള്ള പൈലറ്റില്ല വിമാനമാണ് MQ-28 ഗോസ്റ്റ് ബാറ്റ്. ഇതിന്റെ ഫ്ലെക്സിബിളായ ഡിസൈൻ കാരണം സൈന്യത്തിന് ഇതിലെ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും വളരെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ഈ ഡ്രോണിന്റെ മുൻഭാഗം പെട്ടെന്ന് അഴിച്ചുമാറ്റി മറ്റൊന്ന് ഘടിപ്പിക്കാനും കഴിയും. ഇത് മിഷന്റെ ആവശ്യാനുസരണം ക്യാമറകൾ, സെൻസറുകൾ അല്ലെങ്കിൽ റഡാറുകൾ എന്നിവ മിനിറ്റുകൾക്കകം മാറ്റി സ്ഥാപിക്കാൻ ടീമിനെ സഹായിക്കുന്നു. മറ്റ് കമ്പനികൾ നിർമ്മിക്കുന്ന ഭാഗങ്ങളും സോഫ്റ്റ്വെയറുകളും എളുപ്പത്തിൽ സ്വീകരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഡ്രോണിനെ നിർത്താതെ 3700 കിലോമീറ്ററിലധികം ദൂരം പറക്കാനും സാധിക്കും. 40,000 അടിക്ക് മുകളിലും പറക്കാം. ശബ്ദവേഗതയ്ക്ക് തൊട്ടടുത്ത്, അതായത് മാക് 0.9 വരെ ഉയർന്ന വേഗത കൈവരിക്കാൻ ശേഷിയുണ്ട്. 11.7 മീറ്റർ നീളവും 7.3 മീറ്റർ ചിറക് വിരിവുമാണ് ഇതിനുള്ളത്. ഏകദേശം 3175 കിലോഗ്രാം ഭാരവുമുണ്ട്. ഓസ്ട്രേലിയയിൽ ഈ ഡ്രോൺ വികസിപ്പിച്ചെടുക്കാൻ 8 വർഷത്തിലധികമാണ് സമയമെടുത്തത്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഓസ്ട്രേലിയയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഏറ്റവും മികച്ച ഡ്രോൺ കൂടിയാണിത്. ഇത് നിർമ്മിക്കുന്നതിനായി 70-ലധികം ഓസ്ട്രേലിയൻ കമ്പനികൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. 2025 ഡിസംബറിൽ നടന്ന ഒരു പരീക്ഷണത്തിൽ ഗോസ്റ്റ് ബാറ്റ് ഡ്രോൺ ആകാശത്ത് വെച്ച് ശത്രുവിനെ സ്വയം നേരിടാൻ പര്യാപ്തമാണെന്നും തെളിയിച്ചിരുന്നു. ഇത്തരം ശേഷിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രോണുകളിൽ ഒന്നാണിത്. പൈലറ്റ് ഇല്ലാ വിമാനമായതുകൊണ്ട് തന്നെ അപകട സാധ്യതയേറിയ ദൗത്യങ്ങളിലേക്ക് പൈലറ്റുള്ള വിമാനങ്ങൾക്ക് മുന്നേ ഇവയെ കടത്തിവിടാം. പൂർണ്ണമായി ഒരു പൈലറ്റ് റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കേണ്ടതില്ല. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സ്വയം പറക്കാനും തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനും ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഇതിന് സാധിക്കും. ശത്രു രാജ്യങ്ങളുടെ റഡാറുകളുടെ കണ്ണിൽ പെടാതെ പറക്കാനുള്ള ഡിസൈനും സാങ്കേതിക വിദ്യയുമാണ് ഇതിനുള്ളത്. 2025 മാർച്ചോടെ തന്നെ ഈ ഡ്രോണിന്റെ പ്രോട്ടോടൈപ്പ് 100-ലധികം തവണ ആകാശത്ത് പറന്ന് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഈ പറക്കലുകൾക്ക് മുൻപും അതിന് ഇടയിലുമായി ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ വഴിയും 20,000-ലധികം മണിക്കൂറുകൾ ഈ ഡ്രോൺ പരിശോധനകൾക്ക് വിധേയമായിട്ടുണ്ട്. ഈ വർഷം മെയ്യിൽ ഇന്ത്യൻ എയർഫോഴ്സും റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സും ചേർന്ന ഓസ്ട്രേലിയയിലെ കാൻബറയിൽ വെച്ച് 12ാമത് എയർ സ്റ്റാഫ് ടോക്സ് എന്ന പേരിൽ ഒരു സുപ്രധാന കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എയർ വൈസ് മാർഷൽ സഞ്ജീവ് തലിയാൻ ഡ്രോണിന്റെ പ്രവർത്തനക്ഷമത നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിരുന്നുവെന്ന്. ഇരു വ്യോമസേനകളും തമ്മിൽ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സഹകരിക്കാമെന്നും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും പൈലറ്റ്മാർക്ക് ഒന്നിച്ച് പരിശീലനം നൽകുന്നതിനെക്കുറിച്ചും അന്ന് ചർച്ചകൾ നടന്നിരുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ പാകിസ്ഥാനേക്കാൾ മുൻതൂക്കം നിലനിർത്തുന്നതിനും ഈ കരാർ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് വിവരം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക തല ചർച്ചകൾ മാത്രമാണ് നിലവിൽ നടന്നിട്ടുള്ളത്. ഗൗരവതരമായ ചർച്ചകളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല.